നൂഡിൽസ് ഇഷ്ടമാണോ? നമ്മൾ ഈ ബാച്ചിലേഴ്സ് ലൈഫൊക്കെ നയിക്കുന്നവർക്ക് ചിലപ്പോൾ തട്ടിക്കൂട്ട് ഫുഡൊക്കെ ഉണ്ടാക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാനൊരു എളുപ്പത്തിലുള്ളൊരു ടിപ്പ് പറഞ്ഞു തരട്ടെ. വളരെ എളുപ്പമാണ്. മാഗി നൂഡിൽസ് ഉണ്ടാക്കാം. വെറും 2 മിനിറ്റ് മതി അത് പാകം ചെയ്യാൻ വേണ്ടി. ഋഷഭ് പന്ത് ബാറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ നമ്മൾ ആ മാഗിയുടെ പാക്കറ്റ് പൊട്ടിച്ച് ആ നൂഡിൽസ് ബോയിലിംഗ് വാട്ടറിലേക്ക് ഇടുക. എന്നിട്ട് മസാല ഇടുക. എന്നിട്ട് ഋഷഭ് പന്ത് ക്രീസിൽ നിൽക്കുന്ന സമയത്ത് നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അദ്ദേഹം ക്രീസിൽ നിന്ന് മടങ്ങി പോരുന്ന സമയത്ത് കഴിഞ്ഞു. നിങ്ങൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തോ, ഇത് എടുത്തിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ പരിപാടിയാണ്. ഇത് ഇങ്ങനെ പറയുമ്പോൾ പലർക്കും വല്ലാതെ കൊള്ളും. ശരിയാ, പക്ഷേ എന്ത് ചെയ്യാനാണെന്ന് 27 കോടിയാണ് ഇങ്ങനെ നൂഡിൽസായി പോകുന്നത്. നൂഡിൽസ് കുക്ക് ചെയ്യുന്ന വേഗത്ത് പോകുന്നതേ. ഇപ്പം ഞാനായിട്ട് ഉണ്ടാക്കിയതല്ലേ. ഇത് എക്സ് കണ്ടൊരു പോസ്റ്റാണ്. 4 സിമ്പിൾ സ്റ്റെപ്സ് ടു കുക്ക് മാഗി നൂഡിൽസ്. സ്റ്റെപ്പ് 1, boil 1 cup of water. Step 2, as soon as Rishabh Pant goes for batting, put Maggi in the boiled water and add masala. Step 3, stir till Pant is on field. Step 4, as soon as Pant is back in the pavilion, your Maggi is ready to eat. എങ്ങനെയുണ്ട്? അപ്പോൾ ഇത് ഒരു കളി കഴിയുമ്പോൾ ശരിയാവും. ഒരു കളിയല്ലേ, 2 കളി കഴിയുമ്പോൾ അടുത്ത കളി ശരിയാവും. ഇത് തന്നെ പരിപാടി. എത്ര കളിയായിരുന്നേ, 10 കളികൾ കളിച്ചു കഴിഞ്ഞു കേട്ടോ ജസ്റ്റ്. അതിൽ ഏറ്റവും മോശം പ്രകടനം നടത്തുന്ന താരം ഋഷഭ് പന്താണ്. പഴയ സ്റ്റുപ്പിഡ് ഓർമ്മയുണ്ടോ? അവിടെ സുനിൽ ഗാവസ്കർ ഓസ്ട്രേലിയയിൽ വെച്ചിട്ട് പന്ത് ഔട്ടായ സമയത്ത് പറഞ്ഞത് ആ സ്റ്റുപ്പിഡ് ഇപ്പോൾ വീണ്ടും പലരും എടുത്ത് പറയുന്നുണ്ട്. അത് സഞ്ജീവ് ഗോയങ്കെ നമ്മുടെ ഋഷഭ് പന്തിന് നേരെ പറയുന്നതായിട്ടുള്ള പോസ്റ്ററുകളൊക്കെ ഉണ്ടാക്കിയിട്ട് പലരും പ്രചരിപ്പിക്കുന്നത്, തമാശയ്ക്ക് പ്രചരിപ്പിക്കുന്നതാണ്. കാരണം എന്താണെന്ന് അറിയാമോ? ആ ഒരു പോസ്റ്റ് കൂടി വായിക്കാം. കാണ്ട് ബാറ്റ്, കാണ്ട് ബോൾ, കാണ്ട് കീപ് വിക്കറ്റ്സ് പ്രോപ്പർലി, സ്ട്രൈക്ക് റേറ്റ് ലെസ് ദാൻ 100, പ്രോപ്പർ ബ്ലൈൻഡ് സ്ലോഗിങ്, ഋഷഭ് പന്ത് ദി എക്സ് ഫാക്ടർ ഓഫ് ടീം ഇന്ത്യ. എന്ത് കളിച്ചാലും എ ഗ്രേഡ് ആണല്ലോ. നമുക്ക് എ ഗ്രേഡ് നൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നേരത്തെ പറഞ്ഞത്. ഏതായാലും IPL ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കോറുകളൊന്നും നോക്കാം. ഇതിങ്ങനെ വെറുതെ പരത്തിക്കൊണ്ടിരിക്കുന്നതല്ല. IPL അദ്ദേഹത്തിൻ്റെ സ്കോറുകൾ ഈ സീസണിൽ അദ്ദേഹം അടിച്ചിട്ടുള്ളൊന്ന് നോക്കിയാൽ മതി. ആദ്യത്തെ മത്സരത്തിൽ അദ്ദേഹം DC-ക്കെതിരെ കളിക്കാൻ ഇറങ്ങിയപ്പോൾ അദ്ദേഹം നേടിയിട്ടുള്ള സ്കോർ നോക്കുക. അതിനുശേഷം പിന്നീട് ഓരോ കളികളിലും അദ്ദേഹം ആദ്യം ഡക്കാവുന്നു. അടുത്ത കളി 15 പന്തിൽ നിന്ന് 15, അടുത്ത കളി 5 പന്തിൽ നിന്ന് 2, പിന്നെ 6 പന്തിൽ നിന്ന് 2, പിന്നെ ഒരു കളി ബാറ്റ് ചെയ്തിട്ടില്ലേ, പിന്നെ അടുത്ത കളി 18 പന്തിൽ നിന്ന് 21. CSK-ക്കെതിരെ മാത്രം. CSK പിന്നെ ആർക്കും കയറി കൊട്ടാവുന്ന ചെണ്ടയായി മാറിയിട്ടുണ്ട്. അതിപ്പോൾ ആരും കണക്കിലെടുക്കുന്നില്ല. 49 പന്തിൽ നിന്ന് 63, അടുത്ത കളി 9 പന്തിൽ നിന്ന് 3, പിന്നെ 2 പന്തിൽ നിന്ന് 0, ഇന്ന് 2 പന്തിൽ നിന്ന് 4. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ IPL 2025 ഏറ്റവും കൂടുതൽ സിംഗിൾ ഡിജിറ്റ് സ്കോറിൽ ഔട്ടായിട്ടുള്ള ബാറ്റർമാർ നോക്കിയാലേ അതിൽ ഒന്നാമനാണ് ഋഷഭ് പന്ത്. അത് പിന്നെ ഓക്കെ, അവിടെ ഒന്നാമനാണ്. ഒന്നാം സ്ഥാനം അവിടെ ഉണ്ടല്ലോ. 6 തവണ സിംഗിൾ ഡിജിറ്റ് സ്കോറിൽ അദ്ദേഹം ഔട്ടായിട്ടുണ്ട്. അഭിഷേക് ശർമ്മയും ജെയ്ക് ഫ്രേസർ മക്കാർക്കും ഇഷാൻ കിഷനും ഗ്ലെൻ മാക്സ്വെല്ലുമാണ് 5 തവണ അങ്ങനെ സിംഗിൾ ഡിജിറ്റിന് ഔട്ടായിക്കൊണ്ട് തൊട്ടുപുറകിൽ. എന്തായാലും അവരെയൊക്കെ മറികടന്ന് 27 കോടിയുടെ പന്ത് ഒന്നാമതെത്തിയിട്ടുണ്ട്. വാവ്.